സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കേരള സാഹിത്യോത്സവിലെ അറബിക് വിഭാഗം മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ടിനങ്ങളാണ് ഹദീസ് മുസാബക്കയും അതുപോലെ തന്നെ അൽഫിയയും. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ അർബഊന നവവി എന്ന് പറയുന്ന 40 ഹദീസുകൾ അടങ്ങിയ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് ഹദീസ് മുസാബക്ക മത്സരം. അൽഫിയ എന്ന പ്രസിദ്ധമായ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഫിയ മത്സരം. ഈ രണ്ട് മത്സരങ്ങളുടെ ഫലം വന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ മത്സര ഇനങ്ങൾ തൂത്തുവാരിയിരിക്കുകയാണ് കൊണ്ടോട്ടി ബുഖാരി ദവാ കോളേജിലെ വിദ്യാർത്ഥികൾ. തൂത്തുവാരുക എന്ന് പറഞ്ഞാൽ ശരിക്കും തൂത്തുവാരി. ആദ്യത്തെ ഈ രണ്ട് മത്സര വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് കൊണ്ടോട്ടി ബുഖാരി ദവാ കോളേജ് വിദ്യാർത്ഥികളാണ്. അടിപൊളിയാണല്ലേ? അപ്പം അവർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് അവർ ഈ നേട്ടം കൈവരിച്ചത് എന്നും അറിയാം. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഹദീസ് മുസാബക്കയിൽ 1, 2, 3 സ്ഥാനം നേടിയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ അൽഫിയയിൽ 3-ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിയുണ്ട്. മറ്റു 2 പേർ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഹദീസ് മുസാബക്ക മത്സരം? എങ്ങനെയാണ് ഈ മത്സരം നിങ്ങളിങ്ങനെ തൂത്തുവാരിയത്? ആദ്യം ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടും. എൻ്റെ പേര് മിദ്ലാജ് ബിൻ അബ്ബാസ് എന്നാണ്. ഞാൻ പഠിക്കുന്നത് ബുഖാരിയിലാണ് പറഞ്ഞു. ജില്ല മലപ്പുറം ഈസ്റ്റിലാണ്. വളവട്ടൂരാണ് ദേശം. പ്രത്യേകിച്ച് കൂടുതലായിട്ടും ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പഠിച്ചപ്പം കിട്ടിയതാണ്. കൂടുതലായിട്ട് എഫേർട്ട് ഉസ്താദുമാർ പറഞ്ഞ രൂപത്തിൽ എടുത്തത് കൊണ്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ തൗഫീഖ് കൊണ്ട് കിട്ടി. അപ്പോൾ ഏതൊക്കെ ജില്ലനെ കേന്ദ്രീകരിച്ചിട്ടാണ് നിങ്ങളൊക്കെ വന്നത്? ഞാൻ മലപ്പുറം വെസ്റ്റ്. ഞാൻ പാലക്കാട്. നിങ്ങൾ അൽഫിയയിൽ ഏത് ജില്ലയായിരുന്നു? ഞാൻ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്നാണ് വന്നത്. ഈ ഹദീസ് മുസാബക്കയുടെ ഒരു മത്സര രീതി എങ്ങനെയാണ്? ആദ്യ റൗണ്ടിൽ അർബൈനാവിലുള്ള 42 ഹദീസ് കാണാതെ ചെല്ലുക. അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് ഹദീസിലെ ഇസ്തിലാഹത്തിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ ഹദീസിൻ്റെ ആശയങ്ങളിലേക്കും കൂടുതൽ റാവിമാരുടെ ചരിത്രം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് മത്സരം 3 ചാൻസാണ് ഓരോ വ്യക്തികൾക്കുണ്ടാകുക. 3 ചാൻസ് കഴിഞ്ഞാൽ ഒരു ഔട്ടാകും. അങ്ങനെ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം തീരുമാനിക്കും. വരുമ്പോൾ തന്നെ ഉറപ്പിച്ചു പോകുന്നതാണ് ഇത് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോകാൻ? ഇല്ല, വരുമ്പോൾ തന്നെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഉസ്താമാരെ ദുആ കൊണ്ടും ഉമ്മാൻ്റെ ദുആ കൊണ്ടൊക്കെ കിട്ടുക. ഞാൻ 3-ാമത്തെ സ്റ്റേറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇത് ദുആ കൊണ്ട് കിട്ടിയാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകമായ പരിശീലനങ്ങൾ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു? അവിടുന്ന് ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ് എന്ന് പറഞ്ഞ ഒരു ടീം ഉസ്താമാരത്ത് കൊണ്ടുപോയിട്ട് പരിശീലനമൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ 3 ആളും പോയിരുന്നു, പരിശീലിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ് കിട്ടുകയെന്നാണ് പറയുന്നത്. ഈ അൽഫിയ 1000 ബൈത്തുകൾ അടങ്ങിയ അല്ലെ നെഹ്വിൻ്റെ 1000 ബൈത്തുകൾ അടങ്ങിയ ഗ്രന്ഥമാണ്. അതിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗത്തു നിന്നാണോ ചോദ്യം പ്രതീക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എവിടെ നിന്നും ചോദ്യം വരാമോ? എവിടെ നിന്നും ചോദ്യം വരാം. 1000 ബൈത്തിൽ നിന്നുള്ള ഏത് ഭാഗത്തു നിന്നും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് 1000 ബൈത്ത് കാണാതെ പഠിക്കണോ? ഒരു 1000 ബൈത്ത് കാണാതെ പഠിച്ചിട്ടാണ് മത്സരത്തിന് വരേണ്ടത്. മത്സരത്തിൽ ഒരു 600-700 ബൈത്ത് എത്തിയിട്ട് പിന്നെ ആശയത്തിലേക്ക് കടന്ന് 600-700 നമ്മളൊരു അന്താക്ഷരി പോലെ എങ്ങനെ പോവാണോ ചെയ്യുക? ഓരോരുത്തർ ഓരോ ബൈത്ത് ചൊല്ലിയിട്ട് പോവാണോ ചെയ്യുക? ഓരോരുത്തർ ഓർഡറിലല്ല, ഉസ്താദുമാർ ചോദിക്കും, എന്നിട്ട് അതിൻ്റെ അടുത്ത ബൈത്ത് പാടുക. അങ്ങനെ ഒരു കോലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 1, 2 സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ഒന്ന് കാസർഗോഡുള്ള അബൂബക്കർ, 2-ാം സ്ഥാനം മർജാൻ എന്നുള്ള ഞങ്ങളെ സീനിയർ തന്നെയാണ്, കണ്ണൂർ ജില്ല. ഞാൻ മലപ്പുറം ഈസ്റ്റ് റബീഹ്. അപ്പോൾ 2 അൽഫിയയിലെ 2 ബൈത്ത് ആ ഒരു ഷാറിലൊന്ന് ചൊല്ലാവോ? قال محمد هو ابن مالك أحمد رب الله خير مالك مصليا على الرسول المصطفى وآله المستكملين الشرفاء. അപ്പോൾ ഈ ബൈത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ബൈത്താണോ അടുത്ത ആൾ ചെല്ലേണ്ടത്? അതെ, തൊട്ടടുത്ത ബൈത്ത് അടുത്ത അങ്ങനെയാണ് പാസ് ചെയ്ത് പോകും. ഓക്കെ, ഹദീസ് മുസാബക ഇപ്പോൾ നിങ്ങൾ 3 പേരും ഒന്ന് ജസ്റ്റ് മത്സരിച്ച് ഒന്ന് ആളുകൾക്ക് അതിൻ്റെ രൂപം ഒന്ന് കാണിക്കാൻ പറ്റുമോ? നബി മുഹമ്മദീൻ ഹസൻ ബിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖാല ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅമാ യരിബുക ഇലാ മാ ലാ യരിബുക. അടുത്തത് വേറെ عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن الإسلام المرء تركه ما لا يعنيه حديث حسن رواه الترمذي. ഇനി നേരെ ഉസ്താദുമാർ അടുത്ത ചോദ്യത്തിലേക്ക് പോകും അല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ വിശദീകരണമാണോ ചോദിക്കുക? വിശദീകരണം ചോദിക്കും. റായിമാരെ ചരിത്രത്തിൽ നിന്ന് ഏത് ഭാഗത്തും ചോദിക്കും. അതുപോലെ തന്നെ അർബഊന നവവിക്ക് ഒരു 100 കണക്കിന് ഷർഹുകളുണ്ട്. ഏത് ഷർഹെന്നും ചോദിക്കാം, ഏത് ഭാഗത്തുനിന്നും ചോദിക്കാം.
ഇതിപ്പോൾ സാഹിത്യോത്സവത്തിന് വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇത് കേന്ദ്രീകരിച്ച് പഠിച്ചു വന്നോ? സാഹിത്യോത്സവത്തിന് വേണ്ടിയിട്ടാണ്. സാഹിത്യോത്സവത്തിൽ സാധാരണ ഹദീസ് മുസാബക്ക മുന്നേ ഉണ്ടായിരുന്നത് റിയാദ് സോലിഹിൻ്റെ ഹദീസ് പഠിക്കലാണ്. ഇപ്പോൾ കുറച്ച് 3-4 വർഷത്തിനിടയിൽ ഈ അർബൗന നബവി പഠിക്കൽ തുടങ്ങിയത്. ഇത് ഒരു മികച്ചൊരു മുന്നേറ്റമായിരുന്നു. കുട്ടികൾക്കിടയിൽ ഒരു ഹദീസ് മനപ്പാടം വന്നതിനപ്പുറം ആശയങ്ങളുടെ വ്യാപ്തിയും അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് റാവിമാരുടെ പോലെ ചരിത്രവും പഠിക്കുമ്പോൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇതിലേക്കുള്ള താല്പര്യം വർദ്ധിക്കും തോന്നുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ജില്ല കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബുഹാരി എന്നുള്ള 3 കുട്ടികൾ ഇതിന് എന്തായാലും ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു? ഞങ്ങൾ ഏകദേശം ഒരുമിച്ചാണ് പഠിച്ചത്. അഥവാ ഓരോരുത്തർ ഒരു ഭാഗം നിർണ്ണയിച്ച് ഓല് ഇങ്ങോട്ടും ഞങ്ങളും അങ്ങോട്ടും ചോദ്യം ചെയ്യിച്ച്. അതുപോലെ തന്നെ മുന്നേ മത്സരങ്ങൾ നടന്നപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിഭകൾ തന്നെ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ 1, 2, 3 സ്ഥാനം ലഭിച്ചവരുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളുമൊക്കെ അതുപോലെ തന്നെ അതിനപ്പുറം ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഏകദേശം ഈ ഇതിന് തയ്യാറായി വന്നത്. അപ്പോൾ അതാണ് നല്ലൊരു ടീം സ്പിരിറ്റോട് കൂടി മത്സരിച്ചു. ഹദീസ് 40 ഹദീസുകൾ കാണാതെ പഠിക്കുക എന്നതിലപ്പുറം അതിൻ്റെ ഷെറഹ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ സമഗ്രമായിട്ട് അതിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ ജയിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും കൊണ്ടോട്ടി ബുഹാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് അനൽപമായ സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരിക്കും. കാരണം സംസ്ഥാന സാഹിത്യോത്സവ മത്സരങ്ങളുടെ ക്വാളിറ്റി നമുക്കറിയാം. നല്ല ശക്തരായ എതിരാളികളോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളിലേക്കും ഇവർ എത്തിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. 2 പേര് നമ്മുടെ ഈ കൂട്ടത്തിലില്ല, അവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവർ നേരത്തെ പോയതുകൊണ്ടാണ് നമ്മുടെ ഈ സെഷനിലേക്ക് അവരെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. അപ്പോൾ ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.